ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് റോബ്ലോക്സിൽ ഐസ് ഹൊറർ ഗെയിം പാർട്ട് 6 ആണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അത് താഴെ കാണും, അതിലെത്തുക. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കാണില്ല, ടിങ് ടിങ് എന്ന് പറയുന്നത്. അതിൽ ഞെക്കിയിട്ട് ഒയലിൽ നിന്ന് നെക്കും. അതിനകത്ത് ഇങ്ങനെ ബെൽ ബട്ടൺ കൊണ്ട് നടക്ക് കാണും. അതിൽ ഞെക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആയി. അപ്പോൾ നമുക്ക് ഐസ് ഹൊറർ ഗെയിം പാർട്ട് 6 പോവാം. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഗൈസിനെ പ്രേയർ നേരത്തെ കൊന്നായിരുന്നു. ഹാർട്ടും കൂടി ഇടാന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഹാർഡ് മോഡിൽ ഒരു വട്ടം തോറ്റു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ താഴെ അവിടെ പെട്ട് കിടക്കുമായിരുന്നു. പ്രേരം വന്നതെങ്കിൽ പിടിച്ച് അതിൻ്റെ അകത്ത് പോയായിരുന്നെങ്കിൽ എന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു പ്രേരം. ഇറങ്ങിയത് തന്നെ പിടിച്ചാലോ. എനിക്ക് തോന്നി ആ പ്രേരം എന്നെ പിടിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇറങ്ങിയിരുന്നത്. താഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പോടാണ്. അപ്പോൾ ഇറങ്ങിയ പാർട്ട് 6 ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രേരത്തിന് സോംബീസ് എന്നാൽ പെട്ട്. ഇത് ധൈര്യത്തിൽ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ അത് നമുക്ക് കാര്യമാക്കി എടുക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ചെറിയൊരു പ്രോബ്ലം പറ്റിയതാണ്. നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് വെച്ചപ്പോൾ പിടിക്കേണ്ടതായിരുന്നു പ്രേരങ്ങൾ. തുപ്പുന്ന കണക്കാണ് കേസ്. നല്ല രസമുണ്ട്. ഞാൻ തുപ്പുന്ന കണക്കാണ് മരിക്കുന്നത് കഴിച്ചില്ല. അപ്പം ഹാർഡ് മൂടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ പ്രേരം വന്നതാ. കഥ തുറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആ കഥ തുറന്ന് കഴിയായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും രക്ഷപ്പെട്ടേനെ. അല്ലെ അവിടെ നിന്ന് ഓടണമായിരുന്നു. അപ്പോൾ ഗൈസ് അടുത്ത റൂമിലേക്കൊക്കെ നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ നോക്കി അയ്യോ ഓടിക്കോ. അപ്പോൾ ഗൈസ് പെട്ടെന്ന് തന്നെ ഈ റൂമിൽ നോക്കിയിട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഗൈസ്. ഇല്ലേ നമ്മുടെ പ്രേരം പിടിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഓടാം. നമുക്കന്ന് പ്രേരം പിടിച്ച് നമ്മളെ കഷ്ണം കഷ്ണമാക്കിയിട്ടേ ഉള്ളൂ ബാക്കി. അപ്പം മേളിൽ നിന്ന് അടുത്ത 6 ചാക്കി തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ ഈ മഷ്റൂം അപ്പൂപ്പൻ്റെ തല കൊണ്ടയിലെടുത്തിട്ട് ഞാൻ പൊട്ടിക്കുന്നു. അവൻ്റെ അപ്പാപ്പൻ്റെ മുട്ട മാറിയില്ലടാ പൊട്ടി. കിറക്കിയതവൻ ചെയ്ത് അവനായിട്ട് ഓട്ടിപ്പിക്കുമായിരിക്കും അഭിപ്രായം. അപ്പൊ നമ്മള് ഇവിടെ നമ്മളെ പറ്റി ഇത് കളിച്ചോണ്ടിരിക്കുകയാണ് കൈസ്. നമ്മള് ഇതുവരെ അതും ആയിട്ടില്ല കൈസ്. നമുക്കപ്പ വേണം ഇതായി പ്രാവശ്യം ധൈര്യം കടിച്ചില്ല. അയ്യോ മാറിയില്ലടാ. അപ്പൊ കൈസ് പാടുകി അപ്പൊ നമ്മളാണെങ്കിൽ കൊറേ ആയിട്ട് കളിച്ച് ഇതിനകത്തൊന്നും ഇല്ല കൈ. അതാണ് നമ്മളാണെങ്കിലോ 9 ചാക്ക് കിട്ടി. ഒരു ചാക്കോളം കിട്ടി.
Thank you. ഓടി വന്നു പറപ്പിച്ച് കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ പ്രേതമാണെന്നൊക്കെ പിടിച്ചേരെ കൈ നല്ല രസമായിട്ട് പറപ്പിച്ച് പ്രേതത്തിനെ കാണാൻ പറ്റിയിട്ടാണ്. പ്രേതം കണ്ടപ്പോഴൊരു തോളം ഓടി കൈ ക്യാറ്റ് വേണ്ട നമ്മളെന്തോ ആ പ്രേതത്തിലെ പട്ടി കുരപ്പിക്കുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ട് വന്നത്. അവളെ നമുക്ക് വെറുതെ കഴിക്കും. അവളെ നമുക്ക് പ്രേതത്തിൽ വീട്ടു കൊടുത്ത് പിണപ്പിക്കണം. അയ്യോ ഓടിച്ചോ ഓടിച്ചോ ഓടിച്ചോടാ. അയ്യോ ഇത് ചില ചാക്കിന് കരമുണ്ട്, ചിലത് ചാക്കിന് കരയില്ല. അത്തിക്കുടം പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് ചാക്കലാ കിട്ടിയിട്ടുണ്ട് കൈ. അപ്പൊ കഴിച്ച് നമ്മളാണെങ്കിൽ അത് പേടിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത്ര ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇത്ര ഇതുവരെ പോയില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇതുവരെ പോയി പോയി പ്രേതത്തിനെ അപ്പൊ കൊണ്ട് തോറ്റ് പലകളം പ്രേതം പോവോ കൈ. ഇപ്പൊ പ്രേതം പോയിന്ന് പറഞ്ഞ് ഇറങ്ങും നമ്മള്. പ്രേതം ഇപ്പോഴൊന്നും പോകത്തില്ല കായ്. പ്രേതം പോയി കിട്ടിയാ മതി. എടീ പേളെ പോയി കടി അടിക്കാൻ നോക്കടി. നല്ല കടി കിട്ടും. ഇതിന് നമുക്കില്ലേ ചോടണമെങ്കിൽ പ്രേതം ഇങ്ങോട്ട് വരണം ഗൈസ്. ഇനി പ്രേതം ഇങ്ങോട്ട് വന്നിട്ട് പ്രേതത്തിനായിട്ട് ഓട്ടിച്ചാൽ മതി. ഇതിന്റെ രക്ഷയാണ് ഗൈസ്. ഇപ്പൊ പ്രേതത്തിനേക്കോട്ട് കൊണ്ടുവരാൻ പറ്റൂടി. പ്രേതം പറ്റൂടി. എവിടെ ഇരിക്കും പ്രേതം. അയ്യോ നമ്മള് തോറ്റ് ഗൈസ്. നമ്മള് തോറ്റുപോയി ഗൈസ്. അപ്പൊ ഇന്നത്തെ കളി ഇത്രേ ഉള്ളൂ. അടുത്ത കളി ഞാനിടാം. അടുത്ത പാർട്ട് 7 ഞാൻ ഉറപ്പായിട്ട് ജയിച്ചിരിക്കും ഗൈസ്. അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ കൂടെ ബെൽ ബട്ടൺ അമുക്കുക. അപ്പൊ ബൈ ബൈ ആൻഡ് ഗുഡ് ബൈ.